കായിക ലോകത്തെ ഏറ്റവും അനുഗ്രഹീത താരങ്ങളിൽ ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. വയസ്സ് 40 പിന്നിട്ടെങ്കിലും പോർച്ചുഗലിൻ്റെ ഈ പടക്കുതിര ഇന്നും ഫുട്ബോൾ ലോകത്തെ സൂപ്പർ താരങ്ങളുടെ പട്ടികയിൽ മുൻനിരയിൽ തന്നെയുണ്ട്. കായിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങി 2 വർഷത്തേക്ക് കൂടി സൗദിയിൽ പന്ത് തട്ടാനാണ് റോണോയുടെ തീരുമാനം. സൗദി പ്രോ ലീഗ് ക്ലബ്ബ് അൽ നസർ ക്രിസ്ത്യാനോയുമായി ഒപ്പുവെച്ച പുതിയ കരാറിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ എല്ലാവരുടെയും കണ്ണ് തള്ളിയിരിക്കുകയാണ്. കായിക ശമ്പളത്തിൽ ഏറ്റവും അത്ഭുതകരമായ പുതിയ ബെഞ്ച് മാർക്കാണിതെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നു. ഇതുവരെ ഒരു കായിക താരങ്ങൾക്കും ലഭിക്കാത്ത ആനുകൂല്യങ്ങളാണ് റോണോക്ക് ലഭിക്കുന്നത്. കരാർ പുതുക്കിയതോടെ 42ാം ജന്മദിനത്തിന് ശേഷവും സൂപ്പർ താരം കളിക്കളത്തിലുണ്ടാകുമെന്ന കാര്യം ഉറപ്പായി. $700 മില്യൺ പ്രതിഫലത്തിന് പുറമേ ലഭിക്കുന്ന ആനുകൂല്യങ്ങളാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. സ്വകാര്യ ജെറ്റുകൾ മുതൽ 16 പേഴ്സണൽ സ്റ്റാഫ് വരെയുള്ള ഫുട്ബോളിന് പുറത്തുള്ള ആനുകൂല്യങ്ങളും കരാറിലുണ്ട്. ഇതുവരെ ഒരു കായിക താരവും കണ്ടിട്ടില്ലാത്ത ആനുകൂല്യങ്ങൾ നിറഞ്ഞതാണ് ഈ കരാർ. ഗോളടിക്കുന്നതിൽ മാത്രമല്ല, പ്രതിഫലത്തിൻ്റെ കാര്യത്തിലും ലോകത്ത് ഏറ്റവും അധികം ആരാധക വൃന്ദമുള്ള കായിക താരം റെക്കോർഡുകൾ ഭേദിച്ചിരിക്കുകയാണ്. $700 മില്യൺ കരാറിന് പുറമെ $244.4 മില്യൺ ആനുകൂല്യങ്ങൾ താരത്തിന് ലഭിക്കുമെന്ന് ഇറ്റാലിയൻ പത്രപ്രവർത്തകൻ ഫാബ്രിസിയോ റൊമാനോ ദി സൺ പത്രത്തിൽ എഴുതി. $33.6 മില്യൺ ബോണസും സൗദി പ്രോ ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയാൽ $5.5 മില്യൺ സ്വകാര്യ ജെറ്റ് യാത്രകൾക്ക് $5.5 മില്യൺ ലഭിക്കും. ക്ലബിൻ്റെ 15% ഉടമസ്ഥാവകാശവും സൗദി ബ്രാൻഡുകളുമായി ഏകദേശം $82.4 മില്യൺ പരസ്യങ്ങളുടെ കരാറും റൊണാൾഡോയ്ക്കുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് ദൈനംദിന ജീവിത കാര്യങ്ങളിൽ സഹായിക്കുന്നതിന് 16 മുഴുവൻ സമയ സ്വകാര്യ ജീവനക്കാരെ അൽ നസർ നൽകുന്നത്. ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ആദായ നികുതിയായി സൗദി അറേബ്യക്ക് ഒന്നും നൽകേണ്ടതില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. നേരത്തെ തന്നെ ആദായ നികുതിയിൽ നിന്ന് താരത്തെ സൗദി ഒഴിവാക്കിയിട്ടുണ്ട്. ക്രിസ്ത്യാനോ യൂറോപ്പിൽ നിന്ന് ഇതുവരെ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ വരുമാനം സൗദിയിൽ നിന്ന് ലഭിക്കുന്നതായി സ്പോർട്സ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ വിക്ടർ മാത്തേസൻ മാർക്കറ്റ് വാച്ചിനോട് പറഞ്ഞു. ക്ലബ്ബുമായുള്ള കരാറിനൊപ്പം പരസ്യ കരാറുകളും ലഭിക്കുന്ന ആദ്യ താരമല്ല ക്രിസ്ത്യാനോ. ലയണൽ മെസ്സി 2023 ഇന്റർ മയാമിയുമായി കരാർ ഒപ്പുവെച്ചപ്പോൾ ആപ്പിൾ ടിവിയുമായും അഡിഡാസുമായും കരാറുകൾ അദ്ദേഹം നേടിയിരുന്നു. ആപ്പിളിൻ്റെ MLS സ്ട്രീമിങ്ങിൽ നിന്നുള്ള പണത്തിൻ്റെ ഒരു ഭാഗം ലയണൽ മെസ്സിക്കാണ് ലഭിക്കുന്നത്. 2007 ലോസ് ആഞ്ചൽസ് ഗാലക്സിയുമായുള്ള ഡേവിഡ് ബെക്കാമിൻ്റെ കരാറിൽ പിന്നീട് ഒരു MLS ടീം വാങ്ങാനുള്ള അവകാശം ഉൾപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇന്റർ മയാമി ഡേവിഡ് ബെക്കാമിൻ്റെ ഉടമസ്ഥതയിൽ കൂടിയാണുള്ളത്. കഴിഞ്ഞ 2 സീസണുകളിലും സൗദി പ്രോ ലീഗിൽ ടോപ്പ് സ്കോററാണ് ക്രിസ്ത്യാനോ. എന്നാൽ ഇതുവരെ ക്ലബിനൊപ്പം ആഭ്യന്തര കിരീടം താരം നേടിയിട്ടില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, റയൽ മാഡ്രിഡ്, യുവൻറ്റസ് തുടങ്ങിയ ടീമുകളിൽ കളിച്ച ശേഷം 2023 റൊണാൾഡോ സൗദിയിലെത്തിയത്. ജനുവരി 22 അൽ നസറിൽ അരങ്ങേറ്റം കുറിച്ച ശേഷം ക്ലബിനായി 77 മത്സരങ്ങളിൽ നിന്ന് 74 ഗോളുകൾ റൊണാൾഡോ നേടി. പുതിയ കരാറിലൂടെ ക്രിസ്ത്യാനോക്ക് പ്രതിവർഷം £178 ദശലക്ഷം, അതായത് വർഷത്തിൽ 2000 കോടി രൂപ സമ്പാദിക്കാമെന്ന് ടോക്ക് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തു. റൊണാൾഡോയുടെ ശമ്പള വിവരങ്ങൾ വിശദമായി പരിശോധിക്കാം. £24.5 മില്യൺ കരാർ ബോണസാണ് റൊണാൾഡോക്ക് ലഭിക്കുന്നത്. ഇത് 2ാം വർഷത്തിൽ £38 മില്യൺ വർദ്ധിക്കും. അൽ നസർ സൗദി പ്രോ ലീഗ് ജയിച്ചാൽ 8 മില്യൺ ബോണസ്, ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ജയിച്ചാൽ 5 മില്യൺ ബോണസ്, ഗോൾഡൻ ബൂട്ട് നേടിയാൽ 4 മില്യൺ ബോണസ് എന്നിവയും റൊണാൾഡോക്ക് ലഭിക്കും. അൽ നസറിൻ്റെ 15% ഉടമസ്ഥാവകാശം, ഓരോ ഗോളിനും അസിസ്റ്റിനും പ്രത്യേക ബോണസ്, സ്പോൺസർഷിപ്പ് ഡീലുകൾ, സ്വകാര്യ ജെറ്റ് ചെലവുകൾ എന്നിവയും റൊണാൾഡോക്ക് ലഭിക്കുന്നുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.